ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ജീവിതം മുന്നോട്ടു പോകാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലയ്ക്കും കർത്താവ് ഇന്ന് ഒരു പുതിയ വഴി തെളിച്ചു തരുവാൻ, മുന്നോട്ടുള്ള നമ്മുടെ യാത്രകൾ സുഗമമാക്കുവാൻ കർത്താവിൻ്റെ ശക്തിയും ബലവും സ്വീകരിച്ച്, കർത്താവിൻ്റെ ജ്ഞാനവും അറിവും വിവേകവും സ്വീകരിച്ച് മുന്നോട്ട് നയിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് ആദിയും അന്തവുമാണ്. അവിടുന്ന് സകലത്തിൻ്റെയും അധിപനാണ്. ഇന്ന് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും കർത്താവിൽ ഒരു പദ്ധതിയുണ്ട്, ഒരു പരിഹാരമുണ്ട്. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും കർത്താവിൽ ഒരു പരിഹാരമുണ്ട്. അതിനാൽ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാരപ്പെട്ട അവസ്ഥകളെ കർത്താവിൽ സമർപ്പിച്ച് അതിനെ പരിഹരിക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയുള്ള കർത്താവ് ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ദൈവത്തിൽ നിന്നും നിങ്ങൾക്കെന്താണ് ആവശ്യം അത് വ്യക്തമായി കർത്താവിനോട് തുറന്നു പറയുക. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുക. അവിടുന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന പ്രഭാതമാണ് ഇന്ന്. കർത്താവിനോട് നമ്മുടെ എല്ലാ അവസ്ഥകളെയും വിവരിച്ചു കൊടുക്കുക. എല്ലാ ആവശ്യങ്ങളെയും ചോദിക്കുക. അവിടുത്തോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് നൽകും. എന്തെന്നാൽ സകലത്തിൻ്റെയും അധിപനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ദൈവവും നാഥനും രക്ഷകനും ആയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ ഭയം കൂടാതെ ആയിരിക്കുക. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ഭയത്തിൻ്റെ എല്ലാ കാരണങ്ങളെയും മേഖലകളെയും സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതിനാൽ ഇനി മുതൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആദിയും അന്തവുമായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം തുടങ്ങാൻ നിങ്ങളെ സഹായിക്കും. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തരും. അവിടുന്ന് നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രശ്നങ്ങൾ നിങ്ങളെ ഇനി തകർക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് ശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിനെ ഉൾക്കൊള്ളിക്കുക. അവിടുത്തെ ഭരണം ആവശ്യപ്പെടുക. അവിടുത്തെ ആധിപത്യത്തിന് കീഴിൽ ആയിരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സകലതും നവീകരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതവും, നമ്മുടെ കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, സാമ്പത്തിക മേഖല, നമ്മുടെ എല്ലാം നവീകരിക്കും. അവിടുന്ന് ആദിയും അന്തവുമാണ്. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്: ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും
അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവും ആണ്. ഏറ്റവും സ്നേഹവാനായ ആദിയും അന്തവുമായ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളങ്ങയെ ആരാധിക്കാനായി, ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനായി കടന്നു വരുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഒരു പുതിയ ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, ഇന്ന് അതിരാവിലെ ഞങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സകലതും നീ ക്രമീകരിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വഴികളിൽ എല്ലാം നിൻ്റെ സൈന്യങ്ങളുടെ അകമ്പടി ഏർപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സ്വീകരിച്ച് അതിനെ നടത്തിത്തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഇന്നുവരെ അങ്ങയോട് ചോദിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചു തരുന്ന, നേടിത്തരുന്ന ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിലൂടെ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ നീ സ്പർശിക്കണമേ. അവർ എന്തിനു വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നുവോ അതെപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നീ അത് സാധിച്ചു കൊടുക്കണമേ. ദൈവമേ, എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ പ്രാർത്ഥന എന്നാൽ നിന്നെ അറിയുക, നിന്നെ മനസ്സിലാക്കുക, നിൻ്റെ കൂടെ ഇരിക്കുക. അതാണ് ശരിയായ പ്രാർത്ഥന. നിന്നെ അറിയുന്നവന് നീ സകലതും നൽകുന്നു. നിൻ്റെ കൂടെ ഇരിക്കുന്നവന് നീ സകലതും നൽകുന്നു. നിന്നെ സ്നേഹിക്കുന്നവന് നീ സകലതും ക്രമീകരിക്കുന്നു. കർത്താവേ, നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ അഭയം കൊള്ളുന്നു. ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഒന്നുമല്ല, എന്തെന്നാൽ നിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും സന്തോഷവും സൗഖ്യവും ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കാൾ എത്രയോ എത്രയോ ഉയർന്ന അനുഗ്രഹപ്രദമായ നിമിഷങ്ങളാണ്. അതിനാൽ പ്രശ്നങ്ങൾ ഞങ്ങളെ നിന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഉപാധിയായി കണ്ട് ആ പ്രശ്നങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒരിക്കലും നീ ഞങ്ങൾക്ക് നൽകുകയില്ല. എന്തെന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങ് തന്നെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരുടെയും പരിഹാരം യേശു ക്രിസ്തുവാണ്. സകലത്തിൻ്റെയും അധിപനായ, മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനായ കർത്താവായ യേശു ക്രിസ്തു, ആദിയും അന്തവുമായ ക്രിസ്തുവാണ് നമ്മുടെ പരിഹാരം. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുന്ന് സകലതും നവീകരിക്കുന്നു. അവിടുന്ന് ആദിയും അന്തവുമാണ്. അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടുന്ന് സ്വർഗത്തിൻ്റെ വാതിലാണ്. അടഞ്ഞുകിടക്കുന്ന നിങ്ങളുടെ മുന്നോട്ടുള്ള വാതിലുകൾ, അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇന്ന് സകലതും നിങ്ങൾക്കനുകൂലമായി ക്രമീകരിച്ച കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അറിയുവാൻ കൂടുതലായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. അവിടുത്തോടു കൂടെ ആയിരിക്കാൻ പ്രാർത്ഥിക്കുക. സകലതും കർത്താവ് നവീകരിക്കും. അവിടുന്ന് നിങ്ങളെ സകല സമ്പന്നതയാലും, ആത്മീയവും ഭൗതികവുമായ സമ്പന്നതയാൽ നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടാകും. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഹൃദയം കർത്താവിലേക്ക് തിരിയുക. കർത്താവ് അരുളി ചെയ്യുന്നു, സമയം പൂർത്തിയായിരിക്കുന്നു. അനുതപിച്ച്
സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തോട് നമ്മുടെ ഹൃദയം തുറക്കുന്നവർക്ക് കർത്താവ് സകലതും നവീകരിക്കുന്നു, ക്രമീകരിക്കുന്നു. അതിനാൽ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എൻ്റെ കർത്താവായ ദൈവമേ, നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഓരോ ആവശ്യങ്ങളെയും ഇന്ന് ഈ പ്രഭാതത്തിൽ നീ കാണണമേ. നീ അവരെ സഹായിക്കണമേ. അവരെ സഹായിക്കാൻ കർത്താവേ നീ മാത്രമേ ഉള്ളൂ. ദൈവമേ, അവർ പലതിലും പ്രതീക്ഷയർപ്പിച്ച് എല്ലാവരാലും വഞ്ചിതരായി തകർന്നു പോയ ജീവിതങ്ങളാണ് നിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്നത്. അതിനാൽ ഞങ്ങളുടെ അധ്വാന ഫലം ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതാന്തസ്സ് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾ ഇടപെട്ട എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കാഴ്ചകളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സാധ്യം. അതിനാൽ കർത്താവേ, ഇന്നു മുതൽ നിന്നിലേക്ക് ഞങ്ങൾ ഹൃദയം തിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും നിന്നോടൊപ്പമായിരിക്കുവാൻ, നിന്നോട് കൂടെ ആയിരിക്കുവാൻ നിൻ്റെ അനന്തമായ സ്നേഹം ഞങ്ങൾക്കിടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നീ ക്രമീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ നേരെ നിൻ്റെ സംരക്ഷണം ഏർപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ നിൻ്റെ സംരക്ഷണവും കരുതലും ഏർപ്പെടുത്തണമേ. കുടുംബത്തിലെല്ലാവരും ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ ആത്മാവോടെ, സർവശക്തിയോടെ നിന്നെ ആരാധിക്കാനും സ്തുതിക്കാനും നിനക്ക് നന്ദി അർപ്പിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാരുണ്യത്തോടെ ഞങ്ങളെ കാക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സുഭിക്ഷതയും സമൃദ്ധിയും സമ്പന്നതയും നൽകി, പൂർണ്ണാരോഗ്യവും സന്തോഷവും സമാധാനവും നൽകി, അനന്തമായ സ്നേഹം നൽകി, ഞങ്ങൾക്ക് കുറവുള്ളതായി നിനക്ക് തോന്നുന്നതെല്ലാം ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകി ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത സകല അനുഗ്രഹങ്ങളെയും പുതിയ ജീവിതത്തെയും ഞങ്ങൾക്ക് നൽകി. അമ്മേ മാതാവേ, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ എല്ലാം സാധിച്ചു തന്ന് നിങ്ങളുടെ ജീവിതത്തെ പുനഃസ്ഥാപിച്ച് എല്ലാം ക്രമീകരിച്ച് നവീകരിച്ച് ഇന്നെല്ലാ മേഖലയിലും സമൃദ്ധിയും സന്തോഷവും സംരക്ഷണവും സമാധാനവും നൽകി ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറച്ച് ദൈവത്തോടു കൂടെയായിരിക്കാൻ നിങ്ങളെ അവിടുന്ന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നുകർന്ന് അവിടുത്തോടു കൂടെ ഇനി മുതൽ നമുക്ക് ജീവിക്കാം. കർത്താവ് സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്തിരിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവരോടും കൂടെ, നിങ്ങളുടെ ഭവനത്തിലുള്ള സകലരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.